അപ്പം ഞാനിന്ന് ഒരു ലോങ് വീഡിയോ എടുക്കാൻ പോവാണ്. ഇന്ന് ഞാനിന്ന് കണ്ടോ, ഇത് കണ്ടോ, ഈ വാഴ കണ്ടോ, ഈ വാഴ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് വളം ഇടുന്നത് ചാമ്പലും ആട്ടും കാഷ്ടോടെ മാത്രം ഇട്ട് ഞാൻ കൊത്തിയ ഒരു വാഴയാണിത്. കണ്ടോ, ഇപ്പം ഞാൻ ഇതിന് ഒരു വളവും ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് അതിനാണ് അടുത്ത് വിത്തും പൊട്ടിയിട്ടുണ്ട്. കണ്ടോ, വിത്തും പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വിത്ത് പൊട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് പിടിച്ചു വരുന്നുണ്ട്. നമ്മൾ കണ്ട് ഇങ്ങനെയുള്ള വരുന്ന ഇലകളെല്ലാം വെട്ടി അങ്ങ് കളയണം. എന്താണെന്ന് വെച്ചാൽ പുഴു കയറാതിരിക്കും. ഞാൻ ഇതിനകത്തുനിന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വാഴക്കൊല വെട്ടി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് 380 രൂപ എനിക്ക് കടയിൽ കൊടുത്തത് എനിക്ക് കിട്ടി. അപ്പം ഞാൻ അതിനകത്തൊന്നും ഒരു വളവും ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ആട്ടിൻ കാഷ്ടം മാത്രമേ ഞാനവിടെ ആടിൻ്റെ കാഷ്ടം ഈ ചാമ്പലൊക്കെ ഇട്ടാണ് ഞാൻ, അല്ലാതെ വേറൊരു പുറത്തുനിന്ന് വളം മേടിച്ച് ഞാൻ ഇട്ടിട്ടില്ല. പക്ഷെ എന്നിട്ട് എനിക്ക് കുഞ്ഞു കൊലയൊക്കെ ആണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് ഉപയോഗിക്കും. ഇച്ചിരി നല്ല വലിയൊരു കൊലയാണെങ്കിൽ ഞാൻ കടയിൽ അങ്ങ് കൊടുക്കത്തേ ഉള്ളൂ. അന്ന് എനിക്ക് 1K അടിച്ച സമയം, ആ ദിവസം 1K അടിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ള പലഹാരങ്ങളൊക്കെ മേടിച്ച് കൊടുത്തതാണ്. പക്ഷേ ഇത് കണ്ടു ഇപ്പം നല്ല രീതിയിൽ ഇത് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു വാഴ നടാൻ പോവാണ്. അന്നേരം ഞാൻ അവിടെ ഒരു ഇടയ്ക്ക് വെച്ച് ഞാൻ അവിടെ ഒരു വാഴ വിത്ത് വെക്കാൻ വേണ്ടി ഞാനവിടെ ഒരു വാഴ വിത്ത് വെക്കാൻ വേണ്ടി ഞാനൊരു പുഴി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ അതിൻ്റെ പുറത്തോട്ട് ഞാൻ ഈ ചീനിക്കമ്പെല്ലാം കൂടെ വാരി ഇട്ടുന്നുണ്ട്. ഈ കണ്ടത്തിൽ ചീനി പിഴുതപ്പോൾ ആ കമ്പെല്ലാം കൂടെ വാരി, ഈ കമ്പെല്ലാം കൂടെ വാരി ഞാനിവിടെ ഒറ്റിട്ട്, അപ്പോൾ ഇതെടുത്ത് മാറ്റണം. ഇതെടുത്ത് മാറ്റിയിട്ട് ഇവിടെയാണ് ഞാൻ ആ കുഴി എടുത്തിട്ടിരുന്നത്. അതിവിടെ ഒരു വാഴ വിത്ത് വെക്കാൻ പോവാണ്. അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് വേറൊരു വാഴ വിത്ത് ഇവിടെ വെക്കാൻ പോവാം. പൂവൻ വാഴ വെക്കാൻ പോവാം. ഈ കമ്പെല്ലാം നമുക്ക് ഈ ചീനിക്കമ്പെല്ലാം മാറ്റണം. ചീനിക്കമ്പെല്ലാം മാറ്റിയാൽ നമുക്ക് സ്ഥലം കിട്ടത്തുള്ളൂ. ഇതെല്ലാം സ്വീകരിക്കാനാണ്, ചിരണ്ടി സ്വീകരിക്കാനാണ്. നമ്മൾ ചുമ്മാതിരുന്നാലൊന്നും നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യത്തിനുള്ള കൊലയായാലും നമുക്ക് ചെയ്യാം. നമ്മളിത് മൊത്തം എന്താണ് ഈ ചീനിക്കമ്പെല്ലാം പറക്കി ഇവിടെ മാറ്റിയിട്ടുണ്ട്. കണ്ടോ, വാഴവിത്ത് വെക്കാൻ വേണ്ടി കുഴി കുഴിച്ചില്ല, നട്ടില്ല. അപ്പോൾ അത് വാങ്ങി വെക്കാനില്ല. നമുക്ക് വിത്ത് എടുത്തുകൊണ്ട് വരാം. വാഴ വിത്ത് തിരിച്ചുകൊണ്ട് വരാം. ഈ വിത്താണ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഞാൻ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാൻ നേരിട്ടെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു വാഴയുടെ ഒരു വിത്തായിരുന്നു. പക്ഷെ ആ വാഴ പോയാണ്ട് ഒന്നതായിപ്പോയാണ്ട് അതൊരു കുഞ്ഞു കൊലയാണ് കിട്ടിയത്. ഒരു കുഞ്ഞു കൊല അത് പോയി. അപ്പോൾ അതിൻ്റെ ഒരു വിത്താണിത്. ഞാൻ എടുക്കുക. ഇതെടുത്ത് അങ്ങ് താഴെ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. പെയ്യ എടുക്കാൻ ചെടി ഇരിക്കുന്നതുകൊണ്ട് പെയ്യ എടുക്കാൻ പറ്റും. ഇതിന് നമ്മൾ ഒരു 8 പോലും കൊള്ളാതെ വേണം എടുക്കാൻ, ഇല്ലെങ്കിൽ അത് പന്നലായിരിക്കും. അതുകൊണ്ടെങ്കിൽ പെയ്യ എടുക്കണം. നമ്മളെടുത്തു, ഈ വിത്ത് നമ്മളെടുത്തു. ഇനി നമ്മൾ താഴെ കൊണ്ടുവന്ന് കുഴിച്ചു എടുത്തോണ്ട് പോകുന്നത് കണ്ടോ.
മൂത്തവളാണ് എനിക്ക് വീഡിയോ പിടിച്ചു തരുന്നത്. അവിടെ അല്ല ആളേടി ആ തൂമ്പ എടുക്കണ്ടേ. എന്നിട്ട് ഈ മണ്ണ് കുറച്ച് ഞാൻ ആരി മാറ്റിയിട്ട് എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാനിത് ചെയ്തു. പക്ഷേ എനിക്ക് നല്ല കൃഷിക്കാരിയൊന്നും അല്ല. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷേ ഇത് ചാഞ്ഞ് പോകാത്ത രീതിയിൽ നമ്മളൊന്ന് പിടിച്ച് വെച്ചാൽ മാത്രം മതി. അപ്പം ഞാൻ പറഞ്ഞേ ഇതിനകത്ത് ഞാൻ ഒരു അടിവളം ഇടുന്നില്ല ഇപ്പം. എന്ന് വെച്ചാൽ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഞാനിപ്പം ആട്ടുംപുഴുക്ക ഇടുന്നില്ല വലുതായിട്ട്. ഞാനിപ്പം വെറുതെ വാഴ വെക്കുക, ഇങ്ങനെ വെക്കുക. ഓൾറെഡി ഇരുന്ന് പിടിയിടി മണ്ണ് വെട്ടി എടുക്കും. എൻ്റെ മുകളിൽ പിടിക്കാൻ കുഞ്ഞാ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മണ്ണിങ്ങനെ വെട്ടി അമ്മൻ്റെ ഏറി കയറും. ചായക്ക് അത് നേരെ പിടി. ഈ അടിയിൽ നിന്നൊക്കെ മണ്ണ് വെട്ടി ഇടണം. വെട്ടി അടുപ്പിക്കത്തുള്ളൂ. ഇച്ചിരി കട്ടിയുണ്ട് കറക്കി. അതുകൊണ്ട് ഇപ്പം ഞാനിത് കൊത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു വാഴ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനി പിന്നെ വളം വളം ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിന് വളം ഇടുന്നത് ആട്ടിൻപുഴുക്കയും ഞാൻ ചാമ്പലും ഇട്ട് കൊത്തും. ഇതൊന്ന് ഒരു നാമ്പ് വന്നു കഴിയുമ്പം പറ്റുമെങ്കിൽ എനിക്ക് എല്ലുപൊടി മേടിക്കാൻ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എല്ലുപൊടി മേടിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ആട്ടിൻപുഴുക്ക ഇടത്തുള്ളൂ. ആട്ടിൻപുഴുക്ക ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ, എല്ലുപൊടി ഒന്നിനും ഇട്ടിട്ടില്ല. എന്നാലും ഞാൻ ആട്ടിൻപുഴുക്കയും പിന്നെ ചാമ്പലും കൂടി ഇട്ട് ഇതിനൊരു നാമ്പ് വരുമ്പോൾ കൊത്തും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മുന്നോട്ട് സപ്പോർട്ട് ചെയ്യാം. പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തിരിഞ്ഞില്ല, ക്ഷമിക്കുക. തെറ്റുണ്ടെങ്കിൽ എന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക.